ഹായ് മഞ്ഞുള്ളിലെ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ ഫ്രണ്ടിൽ തന്നെ ഓടിപ്പോകുന്നുണ്ട്, ചങ്കൻ്റെ ഓടി പോകുന്നുണ്ട്. പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ അപ്പുറത്ത് മാറ്റിയിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോവുകയാണ് കാണുന്നത്. നിറച്ച് റബ്ബറും തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ നടന്ന് കുറേ കയറി ചെന്നപ്പോഴാണ് കാണുന്നത് ഒരു പാറയാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ പാറ കയറി കഴിഞ്ഞാലാണ് നമ്മൾ ആ സ്പോട്ടിലെത്തുള്ളൂ. പാറയുടെ അരികിൽ കൂടെ വഴി ഉണ്ടെങ്കിൽ പോലും പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അമ്മേനെയൊക്കെ പിടിച്ച് മുകളിൽ കയറ്റിയിരിക്കുകയാണ് ഞങ്ങൾ. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആനയടിക്കുത്താണ്. നോക്കുന്നത് ഭംഗി കാണാൻ, നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. കയറ്റം കയറിയ ഒരു കിതപ്പുണ്ട് എൻ്റെ സംസാരത്തിൽ. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയാമോ? എവിടെയാ സ്ഥലം എന്താണെന്ന് അറിയാതെ ഞാൻ കുറേ പ്രതീക്ഷിച്ചു. അപ്പൊ ഒന്ന് കയറിണ്ടപ്പോ ആരുടെയും ചെരുപ്പിട്ടു, ഒരു കൈ പിടിക്കേണ്ട അവസ്ഥ വന്നു. അതാണ് എനിക്ക് പറ്റിയത് ഏറ്റവും വലിയ അബദ്ധം. അപ്പൊ കേസ് ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ആനയിടിക്കുത്ത്. മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഈ പ്രദേശം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പ്ലേസിൽ വന്ന് കാണേണ്ടത് തന്നെയാണ് കേസ്. ഞങ്ങൾ പോയ സമയത്ത് വെള്ളച്ചാട്ടത്തിൽ ഇത്തിരി വെള്ളം കുറവാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണിത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സ്ഥലം. ഞങ്ങൾ കുറേ നേരം ഫോട്ടോസുകളും ഒക്കെ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. ഞങ്ങളെ കൂടാതെ പുറത്തുനിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, യൂട്യൂബേഴ്സൊക്കെയാണെന്ന് തോന്നുന്നു. അവരും കുറേ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തെളിനീര് പോലുള്ള വെള്ളമാണ് ആ പാറയിൽ നിന്ന് ഒഴുകുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്താ ഭംഗി. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങളുടെ കൂടെ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ പോലും ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു ഗൈസ്. ചുറ്റും പാറയാൽ ചുറ്റപ്പെട്ട ഒരു സ്പേസാണിത്. കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിന് കുളിർന്നിരുന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്, വർണ്ണിക്കാൻ പറ്റില്ല, അതുപോലെ ഭംഗിയുണ്ടായിരുന്നു. എനിക്കിവിടെ അങ്ങോട്ട് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നിരുന്നത്. യാത്ര പോകാൻ ഇഷ്ടമാണ് നിങ്ങൾക്കെങ്കിൽ ഈ സ്ഥലം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരികയില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്പേസ്. പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാടിന് നടുക്കുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഞാനിപ്പോൾ നല്ലതായിട്ടുള്ള ഒരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. അതിന് ഏതൊരു കുഞ്ഞു വീടുണ്ട്. എന്താ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ വീട്. ആ പാറയുടെ മുകളിൽ ചെറിയൊരു വീട് കണ്ടോ? അത് വീടാണോന്ന് അറിയില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു വീട് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ വരെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം കൊണ്ട് എനിക്കത് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ വന്ന് നിൽക്കുവാണെങ്കിൽ നല്ല സൂപ്പർ കാറ്റൊക്കെ ഒന്ന് വീശിയിട്ട് എന്ത് സുഖമാണെന്നറിയാം ഇവിടെ നിൽക്കാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇനി അടുത്തതായി പോകുന്നത് മറ്റൊരു പ്ലേസിലേക്കാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാമേ. അപ്പോൾ സൈനിങ് ഓഫ് മഞ്ഞുതുള്ളി.